ഈ പറയുന്ന ബിടെക് എഞ്ചിനീയറിംഗ് പുറത്തേക്ക് പോയി പഠിക്കാനായിട്ട്, അതായത് കുറച്ചും കൂടെ കേരളത്തിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പോഷറോട് കൂടി പുറത്തേക്ക് പോയി പഠിക്കാനായിട്ട് നോക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ചലഞ്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് നമ്മൾ ഈ പറയുന്ന ഹെക്ടിക് ആയിട്ടുള്ള ഫീസ്. അതായത് നമുക്കിപ്പോൾ ബാംഗ്ലൂർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 4 ലക്ഷം 3 ലക്ഷം റേഞ്ചിലൊക്കെയാണ് ഇയർലി ഫീസുകൾ വരുന്നത്. പക്ഷേ ബാംഗ്ലൂരിൽ നമുക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾ ഒരുപാട് അവെയർഡ് അല്ല. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ കറൻ്റ്ലി തമിഴ്നാട് സൈഡിലേക്ക്, കോയമ്പത്തൂർ സൈഡിലേക്ക് ബിടെക് ഓപ്ഷൻ നോക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാട് സൈഡിലേക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിടെക് ഓപ്ഷൻ നോക്കുന്ന, ലൈക്ക് ബിടെക് ബയോടെക്നോളജി, ലൈക്ക് ബിടെക് ഫുഡ് ടെക്നോളജി, ബിടെക് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇതുപോലെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള വളരെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ബിടെക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് സൈഡിലേക്കാണ് കൂടുതൽ താല്പര്യം. നമ്മൾ ഈ പറയുന്ന നാട്ടിലെ ക്യാമ്പസുകളല്ല, കുറച്ചും കൂടെ ഫെർദർ എക്സ്പോഷറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകൾ, കുറച്ചുകൂടെ ഫെർദർ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ധനലക്ഷ്മി ശ്രീനിവാസ, കോയമ്പത്തൂർ സൈഡിലുള്ള ധനലക്ഷ്മി ശ്രീനിവാസ എഞ്ചിനീയറിംഗ് കോളേജ്. സോ ബേസിക്കലി ഇതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വളരെ റിലവൻ്റ് ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ലൈക്ക് ബയോടെക്നോളജി, ഇത്തരത്തിലുള്ള പ്രോഗ്രാം, ഫുഡ് ടെക്നോളജി പോലുള്ള പ്രോഗ്രാംസിനൊക്കെ ആക്ച്വൽ ലാബ് ഫെസിലിറ്റീസ്, അതായത് മറ്റേ വെറുതെ ഒരു പേരിനുള്ള പരിപാടിയുണ്ട്, ആക്ച്വൽ ലാബ് ഫെസിലിറ്റീസ് വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി, എല്ലാ രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷറും പ്രൊവൈഡ് ചെയ്യുകയും ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് അഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് ധനലക്ഷ്മി ശ്രീനിവാസ. ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സീറ്റ് സീക്കിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന അഡ്മിഷൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് മേളിൽ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 24/7 നമ്മുടെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് വിസിറ്റ് ആണെങ്കിലും, ഈ പറയുന്ന ക്യാമ്പസ് വിസിറ്റിൻ്റെ സമയത്തുള്ള അസിസ്റ്റൻസ് ആണെങ്കിലും, പഠിക്കാൻ കയറിയതിന് ശേഷമുള്ള 4 വർഷത്തിനിടയിലുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ 24/7 നിങ്ങളുടെ അസിസ്റ്റൻസിനുണ്ടായിരിക്കും. സോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, ഇപ്പം തന്നെ വിളിക്കുക, നമുക്ക് ക്യാമ്പസുകൾ നോക്കാം. ഓക്കെ, താങ്ക് യു.